ഹലോ, ഗുഡ് മോർണിംഗ്. എന്തെന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ വന്നിട്ട് എന്താ മെസ്സേജ് അയക്കാത്ത അല്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ടെന്നറിയാം. പറ്റിയില്ല, സോറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി എന്ന് നോക്കാം. ഫസ്റ്റ് അവിടെ വന്നിട്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പം ഇന്നൊരു സ്പിരിച്വൽ പേഴ്സൺ, ഒരു ഫീമെയിൽ എനർജിയാണ്. ഒരു സ്പിരിച്വൽ ഫീമെയിൽ പേഴ്സണെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ദെൻ ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും. അതായത് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ഓവറോൾ എനർജി നമുക്കുണ്ടാവും. അതുപോലെ എന്തൊക്കെ സംഭവിക്കും, ചിലപ്പോൾ നമ്മളിന്ന് അപ്രതീക്ഷിതമായിട്ട് ചില ആളുകളെ മീറ്റ് ചെയ്യും, ചില ആളുകളുടെ കോൾ വരും, അതൊക്കെ നമുക്ക് രാവിലെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു മുൻധാരണ ഉണ്ടാവും. നമുക്കത് മനസ്സ് തന്നെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഹൈ പ്രീസ്റ്റസ് പറയുന്നത്. അതുപോലെ നമ്മളറിയാത്ത കുറേ രഹസ്യങ്ങൾ നമ്മളെക്കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളായിരിക്കാം. നമുക്കറിയാതെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ നിന്ന് റിവീൽഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് വളരെ പേഴ്സണലായിട്ടുള്ള, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്കും ഇന്നേ ദിവസം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഗട്ട് ഫീലിംഗ് ഇന്ന് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ ഇന്നൊരു വളരെ പ്ലേറ്റോണിക് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ഏറ്റവും പ്ലേറ്റോണിക് ആയിട്ടുള്ള ലവ് ഏതായിരുന്നു എന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലാവും. നിങ്ങൾ വളരെ പ്യുവറായിട്ട് ഡിവൈൻലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ദിവസമാണ്, ഡിവൈൻ കണക്ഷൻ കൂടുതലുള്ള ദിവസമാണ്. അതുകൊണ്ട് വളരെ പ്യുവറായിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് ദൈവത്തിനോടും യൂണിവേഴ്സിനോടും നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളോടും നിങ്ങൾക്കെന്ന് തോന്നും. കാരണം യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശമാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്നുള്ളൊരു ഫീലിംഗ് നമുക്കിന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം എന്ന് തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇതൊരു എന്താ പറയുന്നത്, ഒരു ഫെമിനൈൻ എനർജി ആണെങ്കിലും ഉണ്ടല്ലോ, ഒരു നിഗൂഢമായ ഫെമിനൈൻ എനർജിയാണിത്. അതായത് ചില ആളുകളിലെ കാണുമ്പോൾ നമുക്ക് ഇവർക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമുക്കിത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിന്ന് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പോകുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇൻ കേസ് അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷനായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ആളുകളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും, ആരാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഹൈ പ്രീസ്റ്റസ്. ദെൻ സെക്കൻഡ് കണ്ടുവന്നിട്ട് 5 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നാണ്. പണിയെടുത്ത് പണ്ടാറടങ്ങാന്ന് പറയത്തില്ല, അതാണ്. ഈ സൺഡേ എന്ന് പറയുന്നത് ഫൺഡേ ആണെന്ന് വെറുതെ പറയുന്നതാണ്. സൺഡേ ഈസ് ഭയങ്കര ഹെക്റ്റിക് വർക്കുള്ള ഒരു ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും, അതിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ എനർജിയെ മുതലാക്കുക, അതൊക്കെയാണ് ഈ 5 ഓഫ് സ്വോർഡ്സ്. ഒരുതരം ചതിയാണ്. അതായത് മറ്റുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മളെ മുതലാക്കുക, നമ്മളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ 5 ഓഫ് സ്വോർഡ്സ്. നമ്മുടെ എനർജി എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അതിൻ്റെ ഫലം അവരെടുക്കുന്നതാവാം, നമ്മളെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നത് തന്നെയാണ്. അതുപോലെ എന്ത് വില കൊടുത്തും നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗ്യാതറിങ്ങിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ കളിയാക്കുന്നതായിരിക്കും, പക്ഷെ നമുക്കത് ഇൻസൾട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഒരു എനർജിയാണ്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കി ആനന്ദം കണ്ടെത്തുക. അപ്പോൾ നമുക്കത് ഇമോഷണലി ഹേർട്ടാവും. അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയി തമാശ പറയുമ്പോൾ ഇന്ന് സൂക്ഷിക്കണം. ഒരു തരം ചതിയാണ് കേട്ടോ. നെക്സ്റ്റ് ലവേഴ്സിൻ്റെ എനർജിയാണ്. ഇതൊരു തരം എന്ന് വെച്ചാൽ
ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡീപ്പ് എൻഡിലേക്കൊക്കെ പോകാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്കൊന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്നൊരു ഫിസിക്കൽ ഇൻറ്റിമസിക്കൊക്കെ ഉള്ളൊരു സാധ്യത. അതുപോലെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ഈ പറഞ്ഞ ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ ഇന്ന് പ്രിവലൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മാസ്കുലിൻ ഓർ ഫെമിനിൻ ഹൂവർ ബി ദ പേഴ്സൺ ഹു ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, ആരായാലും നിങ്ങൾക്ക് അങ്ങനൊരു ഫിസിക്കൽ താല്പര്യങ്ങൾ കൂടുതലുള്ളൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ദെൻ ഇതെന്ന് പറയുന്നതേ നമുക്ക് ആദ്യമേ ഞാൻ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ഒരുതരം ഒരു യൂണിവേഴ്സൽ എനർജി, യൂണിവേഴ്സിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ സോൾ പാർട്ടിക്കിളാണെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ ബീഡ് ആണെന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് എല്ലാവരും ദൈവത്തിൻ്റെ അംശമാണെന്നൊരു ചിന്ത നമുക്കുള്ളതുകൊണ്ട് എല്ലാവരോടും നമുക്കൊരു സ്നേഹം നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം എല്ലാവരോടും തോന്നുന്നതാണ് ഈ ലവേഴ്സ് എന്നും അതുപോലെ ക്വീൻ ഓഫ് കപ്പ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഹീറോഫൻ്റ് ആണ്. ഈ ഹീറോഫൻറ്റിൻ്റെ ഫീമെയിൽ കൗണ്ടർ പാർട്ടാണ് ഈ ഹൈ പ്രീസ്റ്റസ്. അതായത് ഇതൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്. ഇത് സ്പിരിച്വൽ പേഴ്സൻ്റെ ലേഡി ഫിഗറാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്നും നമ്മൾ ഗൈഡൻസ് എടുക്കുക. ഇവിടെ നമുക്ക് കണ്ടറിയാം കുട്ടികൾ ഒരാളിൽ നിന്ന് പഠിക്കുക. അപ്പോൾ പഠിക്കുന്നതാവാം, പുതിയൊരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുക, പുതിയൊരു കാര്യം ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക, ഒരു ഗുരുവിനെ കണ്ടെത്തുക, അയാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, പഠിക്കുക, ഗൈഡൻസ് കിട്ടുക. അത് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു പഠിപ്പിക്കുന്ന ആളാവണം നിർബന്ധമില്ല. ഇത് ഒരു മതപുരോഹിതനാവാം, സ്പിരിച്വലി ഇപ്പോൾ ഒരു ടാരോ ആവാം, ഒരു കൗൺസിലിംഗ് ആവാം, ഗൈഡൻസ് ആവാം. അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നതാവാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ കീഴിൽ പഠിക്കാൻ പോകുന്നതാകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാർഡാണ് ഹീറോഫിൻ്റെ. ഓക്കെ, ഇവിടെ ഇതൊരു ഒരു സമൂഹത്തിൽ ഉയർന്ന തലത്തിലുള്ള ഒരാളെന്നാണ്. അപ്പോൾ അത് സ്പിരിച്വൽ പേഴ്സൺ ആവാം, അത് സ്പിരിച്വൽ പേഴ്സൺ ആവണം എന്ന് നിർബന്ധമല്ല, സ്പിരിച്വൽ പേഴ്സൺ ആകാം, രാഷ്ട്രീയക്കാരാവാം, അതുപോലെ മതപുരോഹിതന്മാരാവാം, അല്ലെങ്കിൽ സാമുദായ നേതാക്കന്മാരാകാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നമ്മൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതാവാം, മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുന്നതാവാം, അതല്ലെങ്കിൽ ആ ആളുകളിൽ നിന്ന് ഉപദേശമോ ഗൈഡൻസോ സ്വീകരിക്കുന്നതാകാം. അതും അല്ലെങ്കിൽ ഇവരുടെ റെക്കമെൻഡേഷനിൽ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കോംപ്രമൈസ് ചെയ്യപ്പെടുമല്ലേ, കോംപ്രമൈസ് ചെയ്യാൻ മറ്റൊരാളെ നമ്മൾ സമീപിക്കുന്ന ഒരു എനർജിയാണ് ഈ ഹീറോഫൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹീറോഫൻ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഹീറോഫൻ്റ് നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഭയപ്പെടുന്നതാണ്. അപ്പം അങ്ങനല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഹീറോഫൻ്റ് പറയുന്നത്. അതായത് സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണിത്. നിയമത്തെ പേടിക്കണം, നിയമത്തെ അനുസരിക്കണം. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന് പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ, ഫൂളാണ്. അപ്പോൾ ഒരു എപ്പോഴും പറയുന്ന പോലെ വളരെ നിഷ്കളങ്കമായിട്ട് പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും, പാസ്റ്റിൽ ഒരുപാട് കാർമിക് ക്ലിയറൻസ് വന്നിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ഭയങ്കര ഫെഡപ്പ് ആയിരിക്കും, ഭയങ്കര ട്രോമാറ്റിക് ആയിരിക്കും, ഒരു ഡിപ്രഷനിൽ കൂടെ ഒക്കെ പോയിട്ടുള്ള ആളായിരിക്കും. ഇതെല്ലാം മറന്നിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ ഒരു ഒരു ആരാധനാലയത്തിൽ പോകുന്നതാവാം, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന് പോകുന്നതാവാം, വെറുതെ എവിടെയെങ്കിലും റാൻഡമായിട്ട് ട്രിപ്പ് പോകുന്നതാവാം. അങ്ങനെ ഒരു യാത്ര, ഇതൊരു യാത്രയുടെ കാർഡും കൂടിയാണ്. അപ്പോൾ ഇന്നൊരു യാത്ര കാണുന്നുണ്ട്, പ്ലസ് ഒരു പുതിയ തുടക്കം നടക്കുന്നു, ജീവിതത്തിൽ ഒരു പുതിയ സൈക്കിളിലേക്ക് നിങ്ങൾ തുടങ്ങുന്നു, ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു തീർത്ഥാടനം നിങ്ങൾ നടത്തുന്നു. അതൊക്കെ ഒരു എനർജിയാണ്. ഒരു യാത്ര പോകുന്നതാണ്. ആരും കൂട്ടൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സോളോ ആയിരിക്കും, ചിലപ്പോൾ മറ്റാളുകളുടെ കൂടെ ആയിരിക്കും. പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്ര എന്നാണ് കാണുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഒരുപാട് പഴയ ഓർമ്മകളുണ്ട്, അതിനെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ ഫൂൾ കാർഡ് പറയുന്നത്. ഓക്കെ, ദെൻ ഹെർമിറ്റാണ്. ഇത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു മെൻറ്ററിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ഉപദേശം സ്വീകരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഇത് ഒരുതരം ഗൈഡൻസിൻ്റെ കാർഡാണ്. ദെൻ ഇത് ഒരു ആത്മപരിശോധന നടത്തുക. ഞാൻ പോകുന്ന വഴി ശരിയാണോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്യുന്ന എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്.
അതുപോലെ ഒരു ഒറ്റപ്പെട്ട ഫീൽ തോന്നുക, ഒറ്റപ്പെട്ട പോലെ തോന്നുക, അതുപോലെ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുക, അതൊക്കെയാണ് ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ സ്പിരിച്വലി വളരെ മുന്നിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ സ്പിരിച്വൽ പേഴ്സൺ ആണ്, നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പെട്ടെന്നൊരു സ്റ്റക്ക്നെസ്സിലേക്ക് വരുന്നു. അപ്പം ഇത്രയും നാൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഴവില്ല് കാണുക, അങ്ങനെ കുറേ യൂണിവേഴ്സൽ സിങ്ക്രോണിസിറ്റീസ് ഉണ്ടല്ലോ. അതായത് യൂണിവേഴ്സൽ അലൈൻമെൻറ്റിലാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മളെ ക്വിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും, ഇതെന്താ ഞാൻ എന്നും ഈ നമ്പർ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ എന്താ ഞാൻ എന്നും ഇങ്ങനെ 2 പൂമ്പാറ്റകളെ കാണുന്നത്, ഇങ്ങനെ നമ്മൾ തോന്നിപ്പിക്കുന്ന കുറേ ചിന്തകളുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഒരു തരം ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുക. അതായത് ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ഒരാൾക്ക് ഇനി പോകുന്നത് എങ്ങോട്ടാണെന്നൊരു ബോധ്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ പോകുന്നത് ശരിയായ വഴിയിലാണോ എന്നൊരു ധാരണയില്ലാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതിരിക്കുക, ഞാൻ പോകുന്നത് റൈറ്റ് വേയിലാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഈ ഹെർമിറ്റ് എനർജി. സ്റ്റക്ക് എനർജിയാണ്, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ റൈറ്റ് വേയിൽ തന്നെയാണ്. ഒരു സ്റ്റാഗ്നൻ്റ് പീരീഡ് കഴിഞ്ഞാൽ യു വിൽ ബി ഓക്കെ. ഒന്ന് ക്ഷമിച്ചാൽ മതി, നിങ്ങൾ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഒറ്റപ്പെട്ട ഫീല് തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ്. ദെൻ 7 ഓഫ് സ്വാർഡ്സ് ആണ്. ഇതൊരു ചതിയുടെ കാർഡാണ്. അപ്പോൾ ഇത് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ചുളുവിൽ നമ്മൾ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിയെടുക്കുന്നതാവാം, നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യുന്നതാവാം. അത് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കഷ്ടമായിപ്പോയി, കൊടുക്കണ്ടായിരുന്നു നമുക്ക് തോന്നുക. അത് ആ ഒരു തോന്നൽ 7 ഓഫ് സ്വാർഡ്സ് ആണ്. പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക, അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ പർച്ചേസിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പർച്ചേസിങ്ങിൻ്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പണം മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ 7 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു ചതിയുടെ കാർഡുണ്ട്. അപ്പം ഇന്ന് നടക്കുന്ന ഡീലിങ്സ് എല്ലാം ആളുകളോട് സംസാരിക്കുന്നത് ഉൾപ്പെടെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ വേറെ രീതിയിൽ ആളുകൾ നോക്കിക്കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ചതി, ചുറ്റുമുള്ള ആളുകൾ നമുക്കെതിരെ അത്ര നല്ലതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ പാസ്റ്റിൽ നമ്മളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ, പാസ്റ്റിൽ അതായത് ഈ ജന്മത്തിൽ മുൻപായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലായിരിക്കാം നമ്മളിൽ നിന്നും നമ്മളെ ചതിച്ചിട്ട് കടന്നു പോയിട്ടുള്ള ആളുകൾ. മിക്കവാറും റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ആ എക്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 7 ഓഫ് സ്വാർഡ്. അതായത് മോഷ്ടിക്കപ്പെടുക, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം മോഷ്ടിച്ചിട്ട് പോയ ആളായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പറ്റിച്ച് പണം കൊണ്ട് കടന്നു കളഞ്ഞ ആളാവാൻ സാധ്യതയുണ്ട്. അതായത് പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ച് ലൈഫിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലൊരു കാര്യം നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ പേഴ്സൺ നമ്മളെ പറ്റിച്ചൊന്ന് മനസ്സിലായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇയാൾ പറ്റിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് ആര് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം. ആ ആൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അയാളുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതായിരിക്കില്ല അയാളുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകളോട് ഇന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ 4 ഓഫ് സ്വാർഡ്സ് ആണ്. ഇതൊരു ശവശയ്യയിൽ കിടക്കുന്നൊരു ആളാണ്. അപ്പോൾ ഇതൊരു മരണശയ്യ അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഒരാളെന്നാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു റെസ്റ്റിംഗ് എനർജിയാണ്. ഈ ഹൃദയത്തിൽ 3 വാൾ തറച്ച ഒരു കാർഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, 3 ഓഫ് സ്വാർഡ്. 3 ഓഫ് സ്വാർഡ് നമ്മൾ വളരെ ഡിപ്രഷനിൽ കൂടെ പോകുന്ന, നമ്മൾ ഹൃദയത്തിനെ മാരകമായി മുറിവേൽപ്പിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പെയിന് അത് കാണിക്കാനാണ് 3 ഓഫ് സ്വാർഡ് എന്ന് പറഞ്ഞ കാർഡ് വരുന്നത്. അതിന് ശേഷമുള്ള എനർജിയാണ് 4 ഓഫ് സ്വാർഡ്. അപ്പം ഹൃദയത്തിൽ മുറിവേറ്റിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും വളരെ ഹെൽത്തി, മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അയാൾ വളരെ ഫിസിക്കലി ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആയിരിക്കും, മെൻ്റലി പറഞ്ഞ പോലെ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സ്പിരിച്വലി ഓൾസോ ഒരു അവേക്കനിങ് ഫേസിലായിരിക്കും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എനർജി അതാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എനർജിയാണ്, റെസ്റ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ ശരീരം നല്ലതായിട്ട് തളർന്നിട്ടുണ്ടാവും ഓവറായിട്ട് ജോലി ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാനുള്ളൊരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുതരാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇതൊരു മരണം കേൾക്കാൻ സാധ്യതയുള്ളൊരു കാർഡാണ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ആ പെട്ടിയാണ്, പെട്ടിയുടെ അകത്ത് കിടക്കുന്ന ഒരാൾ തന്നെയാണിത്. അവിടെ പോലും സമാധാനം ഇല്ലാത്ത ഒരാളെന്നാണ് ഈ പറയുന്നത്, ഈ 4 ഓഫ് സ്വാർഡ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ബാക്ക് പെയിന്,
കാല്, കൈ, ഷോൾഡർ അങ്ങനെയൊക്കെയുള്ള പെയിൻസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴാതെ, എവിടെയും വീഴാതെ, ഇപ്പം നേരെ നടന്നു പോകുമ്പോൾ വീഴുന്നതും ആണെങ്കിലും വണ്ടിയിൽ നിന്ന് വീഴുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും വീഴ്ചകൾ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ദെൻ 3 ഓഫ് സോഡ്സ്, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല 3 ഓഫ് സോഡ്സിൻ്റെ കാര്യം. 3 ഓഫ് സോഡ്സ്, 4 ഓഫ് സോഡ്സ്, ഇത് ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ആണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നിരിക്കും. അപ്പോൾ ആ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിനെ ഓർത്ത് നിങ്ങളിപ്പോഴും അതേ പെയിനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഈ 4 ഓഫ് സോഡ്സ് പറയുന്നത്. തന്നെയാണ് 3 ഓഫ് സോഡ്സും 4 ഓഫ് സോഡ്സും. പാസ്റ്റിൽ നിങ്ങൾ ഹൃദയത്തിനേറ്റ മുറിവിനെ ഓർത്തോർത്ത് ഇപ്പോഴും വേദനിക്കുന്നു എന്നാണ്. അതിനെ ഓർത്ത് ഇപ്പോഴും നിങ്ങൾ ആ പെയിനിൽ കിടക്കുന്നു എന്നാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു റെസ്റ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആകാൻ അതായത് ചിലപ്പോൾ ചില ആളുകളുടെ വിയോഗ വാർത്തയൊക്കെ അറിയുമ്പോഴേ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിക്കുക, വിഷമിക്കുക, അതാണ്. അതുപോലെ വയ്യാത്ത ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കണം. വയ്യാത്തയക്കുന്നവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. 4 ഓഫ് സോഡ്സും 3 ഓഫ് സോഡ്സും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ 3 ഓഫ് സോഡും 4 ഓഫ് സോഡും പറയുന്നത്. രണ്ടും ഒരു നെഗറ്റീവ് ടച്ചുള്ള കാർഡ്സാണ്. ദെൻ 6 ഓഫ് സോഡ്സ് ആണ്. യാത്രയുണ്ട് വീണ്ടും. ഇത് വളരെ സന്തോഷമുള്ളൊരു യാത്രയല്ല. ഒരുപാട് കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ളൊരു മനസ്സുമായിട്ട്, ഒരുപാട് കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ളൊരു അതായത് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ തലയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ്, ഒരുപാട് ബാധ്യതയുള്ള ഒരാൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്ന എനർജിയാണിത്. അതുപോലെ മേ ബി അത് അങ്ങനെയുള്ളൊരു യാത്രയാകാം, അല്ലെങ്കിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്കോ ഒക്കെ വരുന്നതാകാം. അത് വളരെ സന്തോഷത്തോടു കൂടിയല്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ മനസ്സിൽ വെച്ചിട്ട് ഒരു യാത്ര പോകുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോകുന്നതാവാം, ഷിഫ്റ്റ് ചെയ്യുന്നതാവാം, കട മാറി വേറെ കടയിലേക്ക് പോകുന്നതാവാം, ജോലി രാജിവെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാവാം, ജോലി സ്ഥലം മാറി ഷിഫ്റ്റ് ചെയ്ത് വേറെ ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ ഇടത്തേക്ക് പോകുന്നതാവാം, നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതോ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതോ ആകാം. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടല്ല പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന യാത്ര എന്നാണ് കാണുന്നത്. അതാണ് 6 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അപ്പം യാത്ര ഉണ്ട് എന്ന് കാണുന്നുണ്ട്. എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വളരെ നല്ല ദിവസങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റീസും നാളത്തെ പോസിറ്റിവിറ്റീസിനുള്ള ചവിട്ടുപടികളാണെന്ന് മാത്രം ഓർക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. കാരണം ബോട്ടം ഡെക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇഷ്ടംപോലെ കാശ് വരുന്നത് കാണുന്നുണ്ട്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് ഹോപ്പനൊപ്പനം ചൊല്ലുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പണം കിട്ടാവുന്ന എന്തോ ഒരു സംരംഭത്തിൽ നിങ്ങളിന്ന് പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആ പണത്തിന് അതിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരു പുതിയ തുടക്കമാണ്. ഫിനാൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ തുടക്കമുണ്ട്. പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. ചിട്ടി, കുറി, ലോട്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പണവരവിനുള്ള ഒരു സാധ്യത ഇന്ന് തെളിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഈ കാർഡ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വിനീത എനിക്ക് അയച്ചു തന്നതാണ്. താങ്ക് യു സോ മച്ച് വിനീത. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് റീകൺസിഡർ എന്നാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏതോ ഒരു തീരുമാനത്തിൽ ഒരു വിചിന്തനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, ഒന്നും കൂടെ ഒന്ന് പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പരിഗണിച്ച് മാറ്റി വെച്ചൊരു കാര്യം ഒന്നുകൂടെ പരിഗണിക്കണമെന്നാവാം. അല്ലെങ്കിൽ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയല്ല, ഒന്നും കൂടെ പരിഗണിച്ച് ഒന്നുകൂടെ അതൊരു തീരുമാനം എടുക്കണം എന്നാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിന് ഒരു സൊല്യൂഷൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ ബി അസേർട്ടീവ് ആണ്. ദൃഢനിശ്ചയം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെയായാലും അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ആലോചിക്കുക. തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും അയ്യോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരരുത്. അപ്പോൾ ബി അസേർട്ടീവ്, വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതാണ് പറയുന്നത്. തീരുമാനം എടുക്കുന്നതിന് മുമ്പിൽ യു ഹാവ് ടു തിങ്ക് 1000 times before you take a decision. After taking a decision, you are not supposed to think about it even for a single time. ഒറ്റ പ്രാവശ്യം പോലും വീണ്ടും ആലോചിക്കേണ്ടി വരരുത്. അപ്പോൾ അത്രയും പ്രാവശ്യം നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. ദെൻ എന്താണ് ഇന്ന് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്?
പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലുള്ള റീഡിംഗ് ആണ് വേണ്ടതെന്ന് പറയണേ. കുറച്ച് പേര് എന്തൊക്കെയോ ടോപ്പിക്സ് ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കിലാണ് റീഡിംഗ് വേണ്ടതെന്ന് പറയണം. അപ്പോൾ ആ റീഡിംഗ് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ലവേഴ്സിനോട് ഫ്ലേർട്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് ഫ്ലേർട്ടാണ്. അതായത് നിങ്ങൾ മനസ്സിൽ വളരെ സ്നേഹം വെച്ചിട്ട് പുറത്ത് മൂരാച്ച സ്വഭാവം കാണിക്കത്തില്ലേ, ഭയങ്കര വാക്ക് ചീത്തയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, സോറി. ഈ എന്താ വെച്ചാൽ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പുറമേ ഭയങ്കര ഒരു നാർസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ആളുകളില്ലേ, അവരോടാണ് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. നിങ്ങൾ വളരെ ഹാർട്ട് ഫെൽറ്റ് സ്നേഹം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. വളരെ ഹോൾ ഹാർട്ടഡ്ലി ആളുകളെ സ്നേഹിക്കണം എന്നാണ്, ഫ്ലേർട്ടി ആയിട്ടിരിക്കാനാണ്. ഫ്രീ വേൾഡ് സെൽഫ് ഇത് തന്നെയാണ്, അത് തന്നെയാണ് ഈ ഫ്ലേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമേ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ സെൽഫ് അല്ലാത്ത മറ്റെന്തോ ഒരു സെൽഫിനെ എക്സിബിറ്റ് ചെയ്യുക, അങ്ങനല്ല. ഫ്രീ വേൾഡ് സെൽഫ് നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ ഓപ്പൺ അപ്പ് ആക്കി വെക്കാനാണ് പറയുന്നത്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ലൈഫിനെ ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. അതുപോലെ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺജസ്റ്റഡ് ആക്കി വെക്കുക, അത് ഓപ്പൺ അപ്പ് ആക്കി വെക്കുക. നിങ്ങളെ അങ്ങ് ഓപ്പൺ ആക്കി വിട്ടാൽ മതി. അതിലേക്ക് വരാനുള്ളതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേർന്നോളൂ. ആരൊക്കെ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കെമിസ്ട്രിയാണ്. നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു വല്ലാത്ത മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ കടുംപിടുത്തം പിടിച്ചാലും കൊള്ളാം, പിടിച്ചില്ലെങ്കിലും കൊള്ളാം, പെട്ടെന്ന് മുറിയുണ്ടായാലും കൊള്ളാം, എന്ത് പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും കൊള്ളാം, നിങ്ങൾക്കിടയിൽ ഇണപിരിയാനാവാത്ത ഒരു ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ്. ഒരു ഹൈലി മാഗ്നറ്റിക് അട്രാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണനയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും ഒരു കരുതലും ആലുവാവണപ്പുറത്ത് കണ്ട പരിചയം പോലും അപ്പുറത്ത് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവത്തില്ല. പക്ഷേ ആ ആൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ദെയർ ഇസ് ഇൻ ബിറ്റ്വീൻ യു ബോത്ത്. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ അത്രയും സ്ട്രോങ് ഒരു ബോണ്ടേജും ഒരു മാഗ്നറ്റിക് അട്രാക്ഷനും ഉണ്ട്. നിങ്ങളത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വേണോ വേണ്ടയോ എന്നൊരു 10 വട്ടം ആലോചിക്കുക. എന്നിട്ട് വേണമെന്ന് തീരുമാനിച്ചാൽ കടുത്ത ആത്മവിശ്വാസത്തോടു കൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി, അത്രയും വിശ്വസിച്ചുകൊണ്ട് വേണമെന്ന രീതിയിൽ പ്രവർത്തിക്കുക. വേണ്ട എങ്കിൽ വെട്ടൊന്ന് മുറി 2 കഷ്ണം, 2 പാത്രം, രണ്ടും ഒന്നടുത്തോട്ടും ഒന്നടുത്തോട്ടും പൊക്കോളുക. പിന്നെ തിരിഞ്ഞു നോക്കരുത്, ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക. പിന്നെ ആവശ്യത്തേക്ക് പോവേ ചെയ്യരുത്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ 1,000 times. And when you take a decision after that you are not supposed to think about it even for a single time. ഒറ്റ പ്രാവശ്യം കൂടി പോലും ആലോചിക്കേണ്ടി വരരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നല്ലൊരു ദിവസമാണ്, നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് റീഡിങ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് അഗെയിൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.